നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് സാഗർ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ പെട്ടെന്ന് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. ഞാൻ നമ്മുടെ ഈ ജൂൺ 2025 എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള ലാസ്റ്റ് ബാച്ച് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കുറേ പേര് ആ വീഡിയോ കണ്ടു. അതിൽ ഞാനൊരു സ്കോളർഷിപ്പിന്റെ കാര്യം പറഞ്ഞു. ആ സ്കോളർഷിപ്പിന്റെ ഡീറ്റെയിൽസ് ബാക്കി പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ശരി, സ്കോളർഷിപ്പ് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്കോളർഷിപ്പ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പ്രൊവൈഡ് ചെയ്തു. അതിലെ പല സ്റ്റുഡൻസും ഇപ്രാവശ്യം പാസ്സായിട്ടോ. ഒരുപാട് സന്തോഷമുണ്ട്. റിസൾട്ട് വന്നപ്പോൾ പാസ്സായി നമ്മുടെ സ്കോളർഷിപ്പിൽ ക്ലാസ് വാങ്ങിയ സ്റ്റുഡൻസ്. അപ്പോൾ ഒരു 10 പേർക്ക് നമ്മൾ ഫ്രീ ഓഫ് കോസ്റ്റിൽ നിങ്ങൾ ഈ ജൂൺ എക്സാമിൽ എഴുതാൻ പോണ ഫസ്റ്റ് ഗ്രൂപ്പ് ആണെങ്കിൽ ഫസ്റ്റ് ഗ്രൂപ്പ്, സെക്കൻഡ് ഗ്രൂപ്പ് ആണെങ്കിൽ സെക്കൻഡ് ഗ്രൂപ്പ്, അതിന്റെ ക്ലാസ് നമ്മൾ ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യും. ഫുൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യും. നമ്മൾ ഇപ്പോൾ ലാസ്റ്റ് ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞില്ലേ, ആ ബാച്ചിൽ ആ സ്റ്റുഡൻസ് ക്ലാസ്സുകൾ കാണുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്കും ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യാം ഈ സ്കോളർഷിപ്പിന് നിങ്ങൾ ഡിസേർവിംഗ് ആണോ എന്ന്. ഫൈനാൻഷ്യലി CMA പഠിക്കാൻ അതിയായ ആഗ്രഹമുണ്ട്. നിങ്ങൾ എവിടെയെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചു, ഇനി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ ഇപ്പൊ എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല, വീട്ടിലെ സിറ്റുവേഷൻ അത്രയ്ക്ക് മോശമാണ്. ചിലത് സിംഗിൾ പാരന്റ് ആയിരിക്കാം, നിങ്ങൾക്ക് സിംഗിൾ പാരന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ വീട്ടിലെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ അത്രയ്ക്ക് മോശമാണെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യണം, പഠിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി മക്കളെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ സ്കോളർഷിപ്പ്. ശരി, ഞാൻ താഴെ ഒരു ഗൂഗിൾ ഫോമിന്റെ ലിങ്ക് കൊടുത്തിരിക്കാം. അതിനകത്ത് നിങ്ങളുടെ പേര്, ഡീറ്റെയിൽസ്, നിങ്ങളുടെ പാരന്റ്സിന്റെ നമ്പർ, അച്ഛൻ്റെയോ അമ്മയുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഗാർഡിയന്റെയോ അങ്ങനെ ഒരു 2 കോൺടാക്ട് നമ്പർ ചോദിക്കും. ആ കോൺടാക്ട് നമ്പർ, നിങ്ങളുടെ സ്ഥലം, അങ്ങനെയുള്ള ബേസിക് ഡീറ്റെയിൽസ് ആണ് വേണ്ടത്. അതുപോലെ നിങ്ങൾക്ക് ഏത് ഗ്രൂപ്പാണ് എക്സാം എഴുതാനുള്ളത്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ എൻഡിൽ നിന്ന് ഈ പറഞ്ഞ നമ്പറിൽ കോൺടാക്ട് ചെയ്യും. നിങ്ങൾ പറ്റുമെങ്കിൽ വന്ന് കണ്ട് വെരിഫൈ ചെയ്ത് നിങ്ങൾക്ക് ആ സ്കോളർഷിപ്പ് വേണമെന്ന് നമുക്ക് ഡിസേർവിംഗ് ആയിട്ട് തോന്നുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ പറഞ്ഞ 10 സ്റ്റുഡൻസിനും നമ്മൾ ഈ പറഞ്ഞ ആ ഒരു ബാച്ചിൽ ഫ്രീ ഓഫ് കോസ്റ്റ് നിങ്ങൾക്ക് ഈ പറഞ്ഞ ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഡെഫിനറ്റ്ലി പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യവും ചെയ്തു. ഇനി ഈ സ്റ്റുഡൻസുകൾ ആരാണെന്ന് നമ്മൾ എവിടെയും റിവീൽ ചെയ്യത്തില്ല. എത്ര സ്റ്റുഡൻസിന് ക്ലാസ് കൊടുത്തു എന്ന് മാത്രമേ പറയൂ. ആർക്കൊക്കെയാണ് ക്ലാസ് കൊടുത്തത് അല്ലെങ്കിൽ ക്ലാസ് കൊടുക്കുന്നതിന്റെ ഫോട്ടോ അങ്ങനെ ഒന്നും പ്രൊവൈഡ് ചെയ്യില്ല. നിങ്ങൾ നമ്മുടെ നോർമൽ സ്റ്റുഡൻസ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾ ആ ഒരു ബാച്ചിൽ ഉണ്ടാവും. നിങ്ങൾ വേറെ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, വേറെ ഒരു മോശമായിട്ടൊന്നും ചിന്തിക്കേണ്ട. ഞാൻ ചെയ്യുന്നത് എന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഞാൻ പഠിക്കാനായിട്ട് ഫൈനാൻഷ്യലി, പ്രത്യേകിച്ച് CMA ഇന്റർ ഒക്കെ പഠിക്കാനായിട്ട് ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ചെയ്യുന്നത് എന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. എന്റെ ജൂനിയേഴ്സിനെ, എന്റെ അനിയന്മാരെയും അനിയത്തിമാരെയും ഒക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഹെൽപ്പ് ചെയ്യണം. നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട. നിങ്ങൾക്ക് പഠിക്കാനുള്ള ആഗ്രഹമുണ്ട്, ജെനുവിൻ ആയിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ ബാക്കിയുള്ള ഒരാളുടെ അവസരം നഷ്ടപ്പെടും. നിങ്ങൾക്ക് പഠിക്കാനുള്ള ആഗ്രഹമുണ്ട്, പക്ഷേ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ മോശമാണെങ്കിൽ നിങ്ങൾക്ക് ഈ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാം. അതിന്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടി ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഒരൊറ്റ കണ്ടീഷനേ ഉള്ളൂ, താഴെ ഫോം ഫില്ല് ചെയ്യാം, നിങ്ങൾ ജെനുവിൻ ആയിരിക്കണം എന്നൊരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. നമ്മൾ വെരിഫിക്കേഷൻ ഒക്കെ നടത്തിയിട്ടായിരിക്കും ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യാം. അത്രേ ഉള്ളൂ മക്കളെ. അപ്പൊ നിങ്ങൾക്ക് തോന്നുകയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ടിന് ഈ സ്കോളർഷിപ്പ് ഡിസേർവിംഗ് ആണെന്ന് തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ അവർക്കൊന്ന് അയച്ചു കൊടുത്തോ. ബാക്കി അത്രേ ഉള്ളൂ. ക്ലാസ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ആ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങളൊന്ന് കണ്ടുനോക്കിയാൽ മതി, നിങ്ങൾക്കും ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇത്രേ ഉള്ളൂ മക്കളെ. നിങ്ങൾ ഡിസേർവിംഗ് ആണെങ്കിൽ നമുക്ക് ഈ എക്സാം എന്തായാലും പാസ്സാവാം. വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. അതിനകത്ത് വേറെ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സോ വേറെ ഒന്നും ചിന്തിക്കേണ്ട. നിങ്ങൾക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ഇപ്രാവശ്യം ഈ ജൂൺ 25 എക്സാമിനേഷൻ പാസ്സാവും. ഇത്രേ ഉള്ളൂ. ബൈ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.